പൂമാലേ അതിലെന്തേ തെളിഞ്ഞ പാട്ടുമാ ആരെയും കാണുന്നില്ലല്ലോ. ആന്റി വന്നിട്ട് കുറെ നേരമായി. എന്താണ്, എന്തെങ്കിലും പരിപാടിയെല്ലാം ഉണ്ടായിരുന്നോ? കാക്കിയില്ലാതെ. നമ്മളെ ബേബിച്ചാന്റെ നമ്മുടെ കല്യാണം വരുന്നത്, ഞാൻ പോയിട്ട് വരുന്ന വഴി. എവിടെ എത്ത? പിന്നെ പടിഞ്ഞാറ്റല്. ഏടെ നിന്നെ വിളിച്ചില്ലായിരുന്നോ? ചാൻറ്റി ഒന്ന് വിളിച്ചില്ലായിരുന്നു? എന്റെ അടുത്ത് പറഞ്ഞില്ലടേ. നമ്മളെ വീട്ടിൽ ഒന്ന് വിളിച്ചാടേ. അമ്മയ്ക്ക് വയ്യാത്തോണ്ട് പിന്നെ അമ്മ പോയില്ല, പിന്നെ ഞാനങ്ങ് പോയി. മറന്നുപോയതായിരുന്നു. പക്ഷെ എന്നെ ഇപ്പോഴും കാണുന്നില്ലേ ജംഗ്ഷനിലൊക്കെ വെച്ച്. അയാൾ ഒരുപാട് പേരെ വിളിക്കാനുണ്ട്. എല്ലാരും പരാതി പറയുമല്ലോ. പരാതി പറയും, പരാതിയുടെ കൂമ്പാരമായിരിക്കും. നോക്കിക്കോണേ, നല്ല വലിയ കല്യാണോ? സെറ്റപ്പ് പക്ഷെ വിളിക്കാത്ത കുറെ പേര്, വിളിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ വേണ്ട 100-500 പേർക്ക് അടുത്തുണ്ടായിരുന്നു. നല്ലൊരു ഫുഡ് വേസ്റ്റ് ആയി. നീ ഓട്ടം വല്ലതും പോയ? ഓട്ടോ കൈനീട്ട ഓട്ടോ ഓടി, ചെറിയ ഓട്ടോ ഓടി. കഷ്ടമല്ല, ആരും ഇല്ല. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാലോ എന്ന് ആലോചിക്കേ. ആരും ഇല്ല, ഒരു മനുഷ്യരും ഇല്ല. ഞാനും അങ്ങനെ ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. ഇവിടെ കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലേ. പിന്നെ വേറെന്താ? എന്തിനാ ഇവിടെ കിടക്കുന്നതെന്ന് പോലും ഒരു മനുഷ്യൻ ചോദിക്കുന്നില്ല. എവിടെ പോയി? ഒരു ഞായറാഴ്ച ഫീലിംഗ് ഇല്ലേ? ഞായറാഴ്ച നമ്മള് കിടക്കുമ്പോ പോലെ ചില ദിവസങ്ങളില് അവാർഡാ. ഇന്നത്തെ കാര്യം പോക്കാന്ന് എനിക്ക് തോന്നുന്നു. മഞ്ചേരിയും കാണും, വൈകിട്ട് ചിറ്റിക്ക് കായും കൊടുക്കുന്നു. കേറി പോയാലോ? അമ്പാടിയും പോയി, അതിന് ആ ബസ്സിലും ആരും വന്നില്ല. ശരിയാ, ഉള്ള ആളിനെയും കൂടെ അതിനകത്ത് കയറ്റിക്കുന്നു. പറയാ, എന്റെ അനിയൻ ഈ മാസം വരും ദുബായിന്ന്. എവിടെങ്കിലും പെൺപിള്ളേരെങ്കിലും പോണം. ശരി, പഠിത്തമുള്ള അവനെന്തോ ജോലി? അവ ഇലക്ട്രീഷ്യനാണ്. 65,000 പിന്നെ ഇവിടുത്തെ ഒരു 19,000 രൂപ ശമ്പളം കിട്ടും. നല്ല കമ്പനിയാണ്. എത്ര വയസ്സായ? ഇപ്പം 30 വയസ്സായി. 30 വയസ്സായി. ഇവിടെ നമ്മളെ വീട്ടുവിട്ടത്തൊക്കെ പിള്ളേരെയൊക്കെ കെട്ടിച്ചു വിട്ട്. പിന്നെ കിട്ടോ, അതാണ് നല്ലത്. അതാ കൊണ്ടുപോകും. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുണ്ട്, അതിന്റെ കാര്യങ്ങൾ അറിയില്ല. നമ്മളെ ചുറ്റുവട്ടത്ത് പിന്നെ ഹരിദാസൻ ചേട്ടൻ അറിയത്തില്ലേ? ചുറ്റുവട്ടം അവരുടെ കുടുംബ പേരാ. മുമ്പൊക്കെ ഓട്ടം പോയിട്ടുണ്ട്. നമ്മുടെ പഴയ മെമ്പർ. അത് തന്നെ, പഴയ മെമ്പർ. ഞാനത് എനിക്ക് തലയിൽ ഇങ്ങനെ പോയി, അത് പഴയ മെമ്പർ ആയിരുന്നല്ലോ എന്ന് ഞാൻ പറയാനാ. പെട്ടെന്ന് മനസ്സിലായാലേ. ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞില്ല. ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നു. അത് എവിടെ നിന്ന് പഠിക്കുക എങ്ങാണ്ട ചെയ്യാൻ. ഈ മെമ്പർ അവിടെ ഉണ്ടോ? ഇതിലേ കൂടെ ഒക്കെ പോവാറുണ്ട് മെമ്പർ ഇടയ്ക്ക്. ഓ, കാണാറുണ്ട്. പെങ്കൊച്ചു വീട്ടിലുണ്ടോ? അവിടെ ഉണ്ടോ? പെങ്കൊച്ചില്ല, പെങ്കൊച്ച് എവിടെ പഠിക്കാൻ, എവിടെ നിക്ക ബോർഡിങ്ങിൽ എവിടാണ്ടാന്ന് തോന്നുന്നു. എന്തായാലും അവിടെ പോയി അന്വേഷിക്കണം. എത്ര വയസ്സ് കാണും? അതിനൊരു 10-26 വയസ്സ് കാണും. അതിന് പഠിക്കുന്നോണ്ട് താമസിച്ച് 26 വയസ്സിന് അടുപ്പിച്ച് കാണും. 30 വയസ്സുണ്ട്. കുഴപ്പമില്ലല്ലോ, മാറ്റാന്നല്ലോ. നമുക്ക് പോയി ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ? പോയാലോ? തീർച്ചയായും ഒന്ന് പോയി നോക്കിയാ. നീ വണ്ടി എടുക്കും. എന്തോ നോക്ക്, എന്നിട്ട് വാ. ഉടമല കിട്ടാൻ നോക്കി. നീ മുണ്ടൊന്ന് മാറണം. മുണ്ടിൽ അവിടെ ചെന്ന് പോകണം. മഴയാ, ഇവിടെ നിന്ന് എടുത്തോണ്ടങ്ങ് പോറേ. വേങ്കളിയാ, മഴയാ. നീ ഇങ്ങോട്ട് മഴയാണ്, ശരിയാ. പിന്നെ അവിടെ ചെന്നിട്ട് കൊടുക്കാം. നീ പോയാലോ? വണ്ടി എടുത്ത വണ്ടി എടുത്ത് എന്തായാലും ഒന്ന് പോയിട്ട് വരാം. എന്തായാലും ഒന്ന് പോയിട്ട് ഒത്താലൊത്ത്. വണ്ടിയുടെ ചാവി എടുത്താലോ? എടുത്തോ? നമുക്ക് അവിടെ ചെല്ലാം. ഞാൻ കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ട്. ഞാനും നടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കൊച്ചൊക്കെ. നല്ലൊരു കൊച്ചൊക്കെ. ദൂരെ എവിടെ വെറുതെ പഠിപ്പിക്കാം.
നല്ല തുറവാണ് എനിക്കറിയാമോ. നേരത്താണോ നല്ല പഠിത്തമുള്ള കുറ്റാണ്. നല്ല അതിലൊരു വരുമാനം ഉണ്ടാവുമല്ലോ. ഇവനൊരു അനിയത്തിയില്ലയോ? അനിയത്തിയുടെ ഉണ്ട്, കറക്റ്റ് അറിയില്ല. പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ സ്റ്റാൻഡിൽ കിടന്നപ്പം അവിടെ നല്ല മഴയായിരുന്നു. നമുക്ക് ഇവിടെ ഇത്രയും വന്നപ്പോഴത്തേനെ ഇവിടെ നല്ല വെയില്. ആ നമ്മളെ ചേട്ടന്റെ വീടെത്താറായി. ഇതിന് തൊട്ട് മേളിലാ. ഇതല്ല ഇതിനപ്പുറം. അതുകൊണ്ട് ദൂരെ കാണുന്ന ആളൊക്കെ ഉണ്ടല്ലോ. ആള് ദൂരിക്കുന്നു. നോക്കുന്ന കേട്ടാ. ഒരു കാര്യം ചെയ്യാം, എന്നാലും ഞാൻ ഈ കൈ എടുക്കുന്നതുകൊണ്ട് കേറുന്നില്ല. ഞാൻ ഡ്രസ് മാറിയിട്ട് ഒരു കാര്യം, നീ എന്റെ മുണ്ടിങ്ങനെ അളിയന്റെ പുത്തൻ പുതിയ മുണ്ട് സെറ്റായിട്ട് അങ്ങോട്ട് പോവാം. തോന്നുന്നു കേട്ടോ. അവിടെ വെയില് ആണാണ് സത്യം. അളിയൻ പുതിയ മുണ്ട് മേടിക്കുന്നു, അത് പെണ്ണ് കാണാൻ. ഇവിടെ എന്ത് വെയിലാണ് നോക്ക്. കാലാവസ്ഥയുടെ അളിയ ഒരു കാര്യം ചെയ്യാം, അളിയ സെറ്റാണ്. അളിയ ഒന്ന് ഞാൻ ഇറങ്ങട്ടാ. ഇരിപ്പോണ്ടാണ്. നമ്മള് മെമ്പറെ കണ്ട് എങ്ങനെ ഉണ്ടാളിയാ? ഇടുവല്ലേ? പോയാലോ അങ്ങോട്ട്? ചെരുപ്പൊക്കെ പുതിയതാ. പോവാ അങ്ങോട്ട്. മൊബൈൽ എടുക്കട്ടെ, അടിപൊളിയായിട്ട് ചെയ്യുന്നു അല്ലേ? നമ്മുടെ ഹസനാണല്ലോ. അല്ല, കൂടെ ആരോ ഉണ്ടല്ലോ. ഹസനോ? കയറുക. ഓത്തോട്ടെ. ഹസൻ, എന്തൊക്കെയുണ്ട് വിഷയം? സുഖമായിരിക്കുന്നു. മക്കളൊക്കെ? മക്കള് മോക്ക് 13 വയസ്സായി, മോന് 10 വയസ്സായി. ഏത് സ്കൂളിൽ പഠിക്കുന്നു? അവിടെ ഒരു അടുത്തുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്നു, ബദിരിയ എന്ന് പറയുന്നത്. ഭാര്യ തൊഴിലുറപ്പിന് പോകുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ പോകുന്നില്ല, വീട്ടിലുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാനത് വരണമെന്ന് തോന്നി, ഞാൻ ഇറങ്ങിയതാ. ടീച്ചറെ, പിന്നെ ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓട്ടോ കുറവാണ്, വളരെ മോശമാണ്. നമസ്കാരം ടീച്ചർ. ഇവർക്ക് ചായ. ഇതാണ്. ഇത് നമ്മളെ കുന്നക്കോട്ട് തുളസി ചേട്ടന്റെ മോനാണ്. തുളസി ചേട്ടന്റെ. എത്ര മക്കള്? 2 ആൺപിള്ളേരാണ്. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇല്ലായിരുന്നു, ഗുജറാത്തിലായിരുന്നു. ഒരു വണ്ടി എടുത്തേ. ഞങ്ങളെ സ്റ്റാൻഡിലുണ്ട്. ഇളയാൾ? ഇളയാൾ ദുബായ്. ദുബായിൽ കമ്പനിയില്ല. പുള്ളിയുടെ ഒരു ആവശ്യമായിട്ടാണ് ഇവിടെ എത്തിയത്. എന്താണ്? മെമ്പറൊക്കെ ഒരു മോളുണ്ടല്ലോ, അതെന്തോ ചെയ്യുന്നു? അവിടെ ഇപ്പൊ കോഴിക്കോട് നഴ്സിംഗിന് പഠിക്കും. ഈ വർഷം കഴിയുമ്പോ കോഴ്സ് കംപ്ലീറ്റ് ആവും. എന്താ ചോദിക്കാൻ കാര്യം? എന്താണ്? മുഖവരില്ലാതെ പറയാം. മുഖവരില്ലാതെ കാര്യം പറയാം. ചായ. എന്താണ്? മെമ്പറെ മകൾക്ക് ഒരു ആലോചനയായിട്ടാണ് ഞാൻ വന്നത്. എന്റെ പൊന്നു അസാ,
അവൾക്ക് 10-35 ആലോചന വന്നു. അവൾക്ക് ഇനിയും പഠിക്കണമെന്നാണ് ആഗ്രഹം. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് പോകണം, അങ്ങനെയാണ് പറയുന്നത്. ഇതെവിടുന്നാണ് ആലോചന? അദ്ദേഹത്തിന്റെ അനുജനാണ് അടുത്ത മാസം ഗൾഫിൽ നിന്ന് വരും. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ആലോചിക്കാനായിരുന്നു ഞാൻ വന്നത്. നമുക്ക് അതിനെ കുറിച്ച് അവള് ഇപ്പൊ വെക്കേഷന് വരുന്നുണ്ട്. വെക്കേഷന് വരുമ്പോ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. പുള്ളി എന്നാണ് വരുന്നത്? അടുത്ത മാസം. ആദ്യം ജാതകങ്ങളൊന്നും നോക്കിയിട്ട് ആദ്യം അവള് വരട്ടെ. അവള് വന്നിട്ട് അവൾക്ക് അവളുടെ അനുവാദം വേണം. എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അടുത്ത മാസം എത്തൂല്ലേ? അടുത്ത മാസം. അപ്പം രണ്ടുപേരും 3 മാസത്തെ ലീവിലാണ് വരുന്നത്. ഇത് സെപ്റ്റംബർ 10-ാം തീയതി മോള് വരും. അവര് നമുക്ക് കണ്ടു നോക്കട്ടെ. കണ്ടിട്ട് നമുക്ക് ഒരുപാട് വീണ്ടും പഠിക്കണമെന്നാണ് ആഗ്രഹം. എന്തായാലും അവര് വരട്ടെ. വന്നിട്ട് നമുക്കൊന്ന് അവര് തമ്മിലൊന്ന് കണ്ട് അവര് തമ്മിൽ ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇന്ന് രാത്രി അവള് വിളിക്കും. അപ്പൊ ഞാൻ കാര്യം പറയാൻ സൂചിപ്പിച്ചേ. അച്ഛനെ സുഖം തന്നെ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? വീട്ടിൽ കൃഷിപ്പണി കാര്യങ്ങളൊക്കെ. കട ഉണ്ടോ? കട ഉണ്ടായിരുന്നു നേരത്തെ, ഇടയ്ക്ക് വെച്ചൊന്ന് വയ്യാതായി നിർത്തി. ഞാൻ അന്വേഷിച്ചായിട്ട് പറയണേ. നമ്മള് പണ്ട് ഒന്നിച്ച് പഠിച്ചായിരുന്നു. മെമ്പർ എന്തായാലും ആലോചിക്കും. എന്നിട്ട് അതിന്റെ മറുപടി പറഞ്ഞാൽ എനിക്ക് ഒരു ഓട്ടം ഉണ്ട്. 2 വട്ടം ഇവിടെ വന്നതിന് ശേഷം കോൾ ചെയ്തു. അപ്പൊ പോകേണ്ടതാണ് നമ്മളെ ജീവിതമാർഗ്ഗം. അപ്പൊ എന്തായാലും ആലോചിച്ചിട്ട് മെമ്പർ ശരി. അത് ഇവിടെ ഹസന്റെ കൂട്ടുകാരനാണ്. അവന്റെ അനിയന് വേണ്ടി ഒരു കല്യാണമാണ്. നമ്മളെ പയ്യന് ദുബായില് ഇലക്ട്രിക്കൽ കമ്പനി. ഇലക്ട്രിക്കൽ നാട്ടിലില്ല. സെപ്റ്റംബറിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ മോളും 11-ാം തീയതി വരുമെന്നല്ലേ പറഞ്ഞത്. തുളസി മോനും മക്കളാണ്. അപ്പൊ വന്നിട്ട് ഇന്ന് രാത്രി മോള് വിളിക്കുമ്പോ ഒന്ന് സൂചിപ്പിച്ചേരാ. അവള് പിടി തരുമോന്ന് അറിഞ്ഞൂടാ. 10-35 ആലോചന വന്ന അവള് പിടി തന്നിട്ടില്ല. ഇതൊരു നല്ല ആലോചനയാണ്. എല്ലാം ദൈവം ചെയ്യാൻ പറയാനുള്ളത്.